നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ഗുരുവായൂർ ഇന്നും കേരളത്തിലെ ഏറ്റവും ഇമോഷണൽ ക്ഷേത്രങ്ങളിൽ ഒന്നായി തുടരുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ കണക്ഷനുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. പക്ഷേ ഗുരുവായൂർ വെറുമൊരു ക്ഷേത്രമല്ല, അതൊരു ഡിവോഷനാണ്, ട്രഡിഷനാണ്, കേരളത്തിന്റെ കൾച്ചറൽ മെമ്മറിയാണ്. അതേസമയം കോൺട്രവേഴ്സീസും ഡിബേറ്റ്സിന്റെയും കേന്ദ്രവുമാണ്. ഒരു വലിയ ചോദ്യം, എന്തുകൊണ്ടാണ് ഗുരുവായൂർ ഇന്നും ലക്ഷക്കണക്കിന് ആളുകളെ ഇമോഷണലി അട്രാക്ട് ചെയ്യുന്നത്? ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രം വളരെ പഴക്കമുള്ളതാണ്. പുരാണ വിശ്വാസങ്ങൾ പ്രകാരം ഗുരുവും വായുവും ചേർന്നാണ് ശ്രീകൃഷ്ണ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഗുരുവായൂർ എന്ന പേര് വന്നതെന്നും പറയുന്നു. ഇന്നുപോലും ഗുരുവായൂരപ്പനെ പല ഭക്തരും ഉണ്ണിക്കണ്ണൻ എന്ന് അഫക്ഷനിൽ വിളിക്കുന്നു. ഇതാണ് ഗുരുവായൂരിന്റെ ഇമോഷണൽ പവർ. ഇത് ഫിയർ ബേസ്ഡ് ഡിവോഷൻ അല്ല, പേഴ്സണൽ ഇമോഷണൽ ഡിവോഷനാണ്. കേരളത്തിലെ എത്രയോ കുടുംബങ്ങളിൽ ഒരു കുട്ടി ജനിച്ചാൽ ആദ്യ യാത്ര ഗുരുവായൂരിലേക്കാണ്. വിവാഹത്തിന് മുമ്പ് ഗുരുവായൂർ പോകും, എക്സാമിന് മുമ്പ് ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കും, പ്രശ്നങ്ങൾ വന്നാലും ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കും. ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ഇമോഷണൽ പ്രസൻസ്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, ഗുരുവായൂർ സ്പിരിച്വാലിറ്റി മാത്രമല്ല, കേരളത്തിന്റെ എക്കോണമിയുടെയും ഭാഗമാണ്. ഹോട്ടൽസ്, ഷോപ്സ്, ഫ്ലവർ ബിസിനസ്, ടൂറിസം, എലിഫന്റ്സ്, ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം നേരിട്ട് ഗുരുവായൂരുമായി കണക്റ്റഡ് ആണ്. അതായത് ഇതൊരു സ്പിരിച്വൽ എക്കോസിസ്റ്റമാണ്. ഗുരുവായൂർ എന്നും കോൺട്രവേഴ്സിയിൽ നിന്നും അകന്നിരുന്നിട്ടില്ല. ടെമ്പിൾ എൻട്രി ഡിബേറ്റ്സ്, ഡ്രസ് കോഡ് ഡിസ്കഷൻസ്, VIP കൾച്ചർ അക്യൂസേഷൻസ്, കൊമേഴ്ഷ്യലൈസേഷൻ ക്രിറ്റിസിസം ഇവ വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നു. പ്രത്യേകിച്ചും VIP ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള ക്രിറ്റിസിസം പലപ്പോഴും ഉയരാറുണ്ട്. ഒരു സാധാരണ ഭക്തൻ മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുമ്പോൾ പവർഫുൾ ആളുകൾക്ക് സ്പെഷ്യൽ ആക്സസ് ലഭിക്കുന്നു എന്ന ക്രിറ്റിസിസം പലർക്കും ഇമോഷണലി ഡിസ്റ്റർബിംഗ് ആണിത്. കാരണം ക്ഷേത്രങ്ങൾ ഇക്വാലിറ്റിയുടെ സ്ഥലമാകണോ അല്ലെങ്കിൽ പവർ സ്ട്രക്ചർ റിഫ്ലക്ട് ചെയ്യുന്ന സ്ഥലമാകണോ? ഇതാണ് വലിയ ചോദ്യം. ഇനി മറ്റൊരു ഇമോഷണൽ ഇഷ്യൂ ഉണ്ട്. ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ആനകളെക്കുറിച്ചുള്ള ഡിബേറ്റ്സ് ഒഴിവാക്കാനാകില്ല. കേരളത്തിലെ ടെമ്പിൾ എലിഫന്റ് കൾച്ചർ, ചിലർക്കത് ട്രഡിഷനാണ്, മറ്റു ചിലർ പറയുന്നത് ആനിമൽ ക്രൂയൽറ്റി കൺസേൺസ് സീരിയസ് ആണെന്നാണ്. ഫെസ്റ്റിവൽ സീസണിൽ എലിഫന്റ്സ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വലിയ ഡിസ്കഷൻസ് നടത്താറുണ്ട്. ഇവിടെ വീണ്ടും ട്രഡിഷൻ വേഴ്സസ് മോഡേൺ എത്തിക് ഡിബേറ്റ് ഉയരുന്നു. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഐറണി, മോഡേൺ കേരള ഇൻക്രീസിംഗ്ലി സെക്യുലർ ആൻഡ് മോഡേൺ സൊസൈറ്റിയായി മാറുന്നു എന്ന് പലരും പറയുമ്പോഴും ഗുരുവായൂരിലെ തിരക്ക് കുറയുന്നില്ല, കൂടുകയാണ്. യങ് ജനറേഷൻ പോലും വലിയ തോതിൽ വരുന്നു. എന്തുകൊണ്ട്? ഇത് റിലീജിയൻ മാത്രമല്ല, പല മലയാളീസിനും ഗുരുവായൂർ ചൈൽഡ്ഹുഡ് മെമ്മറിയാണ്, ഫാമിലി ഇമോഷനാണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇന്നും കേരളത്തിന്റെ കളക്റ്റീവ് ഇമോഷനായി തുടരുന്നത്. ഇനി മറ്റൊരു വലിയ ചോദ്യം, ഏൻഷ്യൻ ടെമ്പിൾസ് മോഡേൺ സൊസൈറ്റിയോട് അഡാപ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ട്രഡീഷൻസ് അൺടച്ച്ഡ് ആയി തുടരണമോ? VIP കൾച്ചർ അക്സെപ്റ്റബിൾ ആണോ? ടെമ്പിൾ എലിഫന്റ്സ് കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ കമേഴ്ഷ്യലൈസേഷൻ സ്പിരിച്വാലിറ്റിയെ വീക്കൻ ചെയ്യിക്കുന്നുണ്ടോ? ഇതാണ് ഗുരുവായൂരിനെ ഇന്നും റെലവന്റ് ആക്കുന്നത്. കാരണം ഇത് ഹിസ്റ്ററി മാത്രമല്ല, ലിവിംഗ് ഡിബേറ്റ് ആണ്. അവസാനം, ഗുരുവായൂർ വെറുമൊരു ക്ഷേത്രമാണോ, അല്ലെങ്കിൽ ഗുരുവായൂരിന്റെ ഇമോഷണൽ സിവിലൈസേഷൻ മെമ്മറിയുടെ ഭാഗമാണോ? മോഡേൺ സൊസൈറ്റി മാറുമ്പോൾ ക്ഷേത്രങ്ങളും മാറണമോ, അല്ലെങ്കിൽ ചില ട്രഡീഷൻസ് അൺടച്ച്ഡ് ആയി തന്നെ തുടരണമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.